അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2024 തജ്വീദ് ലിസാനിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് ഗൾഫ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയാണ്. എങ്കിലും സിലബസ് പ്രകാരം നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ്. രണ്ടും ഒരുപോലെ തന്നെയാണ്. നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ ഹംസത്തുൽ വസ്ല്, തഖ്നുതു, ഖുർആന്, ഹംസത്തുൽ ഖത്അ്, യഖ്റഉ. ഓരോന്നും കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. എല്ലാ ദിവസവും നാം ഓതണം. ഏതൊരു കുട്ടിയും ഉത്തരം എഴുതുന്നതാണ് ഖുർആന് എന്നുള്ളത്. രണ്ടാമത്തത് കാനത്തിൽ ഉമ്മു, ഉമ്മയായിരുന്നു, തഖ്നുതു. അല്ലേ? ലിസാനുൽ ഖുർആനിലെ 5-ാമത്തെ പാഠഭാഗത്തിൽ ഉമ്മയും കുട്ടികളെയും കുറിച്ച് പറയുന്ന പാഠഭാഗത്തിലുള്ള ഒന്നാണ്. 2-ാമത്തെ പാരഗ്രാഫിൽ ഉമ്മ കുനൂത്തോതെ. വഖ്ശൗനി എന്നതിലെ ഹംസ ഏതാണ്? വഖ്ശൗനി, അവിടെ ഹംസ ഉണ്ടല്ലോ, അതേതാണ്? ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്ന ചേർത്തി ഓതുമ്പോൾ അത് കാണാൻ പറ്റൂല അല്ലേ? വഹ്, അത് ആ വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിനകത്ത് ഹംസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന അബീ, തീർച്ചയായിട്ടും എൻ്റെ പിതാവ്, യഖ്റഉ, പിതാവ് വായിക്കുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം ഇഖ്റഉൽ ഖുർആന. അതിവിടെ കൊടുത്തിട്ടില്ല, അങ്ങനെ വരുന്നൊരു ഭാഗത്താണ് അത് പറയപ്പെടുന്നത്. അടുത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഹംസത്തുൽ ഖത്അ ആണ്. അതായത് ഇയ്യാക നഅ്ബുദു എന്നുള്ളത് അത് ചേർത്തി ഓതിയാലും അതിൻ്റെ മുമ്പത്തെ ആയത്തുമായിട്ട് ചേർത്തി ഓതിയാലും ഇല്ലെങ്കിലും ആ ഹംസ നഷ്ടപ്പെടൂല, അതങ്ങനെ തന്നെ ആയിരിക്കും. മാലിക് യൗമിദ്ദീനി ഇയ്യാക, അങ്ങനെ തന്നെയാണ് നമ്മൾ ചേർത്തി ഓതുമ്പോഴും ഓതാറുള്ളത്. അതുകൊണ്ടാണ് അത് ആ ഹംസ നഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത്. അടുത്ത്, അപ്പോൾ എല്ലാ ദിവസവും നാം ഓതണം പരിശുദ്ധ ഖുർആന്. കാനത്തിൽ ഉമ്മു തഖ്നുതു, പാഠഭാഗത്തു നിന്ന് വരുമോ എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്. ഇത് പാഠഭാഗത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പലരും ചിലപ്പോൾ ചോദിക്കും തദ്രീബാത്ത് നിന്ന് മാത്രമേ വരുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് പ്ലസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. വഖ്ശൗനി എന്നതിലെ ഹംസ ഹംസത്തുൽ വസ്ൽ. ഇന്ന അബി യഖ്റഉ. ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ ഹംസത്തുൽ ഖത്അ. ഇനി നളഉ അലാമത്ത സ്വഹീഹ്, ശരി അടയാളത്തിന്, അൽ മുനാസിബി, യോജിച്ചതിന് ശരി അടയാളം കൊടുക്കാനാണ്. 1 ജുനൈദുൻ വ നബീലുൻ, ജുനൈദും നബീലും. തഖ്റുജു പറ്റൂലല്ലേ? കാരണം എന്താ? അത് മുളാരിയാണ്. മാത്രല്ല രണ്ടാളുണ്ട് ഇവിടെ. തഖ്റുജു എന്ന് പറയുമ്പോൾ രണ്ടാള് ആയിട്ടില്ലല്ലേ? അത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒരാൾക്കുള്ളതിനാണ്, പെണ്ണ് പുറപ്പെടുന്നതിനാണ് തഖ്റുജു എന്നൊക്കെ പറയാം. അടുത്തതോ ഖറജ, അതും കറക്റ്റ് ആയില്ല, ഒരാൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാലോ ഖറജ, രണ്ടുപേരും പുറപ്പെട്ടു അല്ലേ? നമ്മൾ ഒന്നിനെ ഖറജ, രണ്ടാളുണ്ടാവുമ്പോഴോ ഖറജ മാലിയിൽ. കുറെ ആളുകളുണ്ടെങ്കിലോ ഖറജു അല്ലേ? ഇവിടെ രണ്ടാളുണ്ടായതുകൊണ്ട് ഖറജ. വഖഫ് ലാസിമിന്റെ അടയാളം
വഖഫ് ലാസിമിൻ്റെ അടയാളം അതിൽ മീമാണ്. മറ്റുള്ള വഖഫിനൊക്കെ ചില പേരുകളുണ്ട് അല്ലേ. അടുത്തത് മൂന്നാമത്തത് ജുമാനത്തുൻ വലബീബത്തുൻ, രണ്ട് പെണ്ണുങ്ങളാണ്. അപ്പം എന്താ, എങ്ങനെയായിരിക്കും? ഖറഅത്ത് ഓതി, അതൊരു പെണ്ണ് ഓതുമ്പോഴാണ് ഖറഅത്ത്. രണ്ട് പെണ്ണുങ്ങൾ ഓതിയാലോ? ഖറഅത്താ. ഖറഅത്തി എന്നാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുന്നത്. നീ എന്നുള്ളതാണ്. അൻതി അൻതുമൊക്കെ കേട്ടില്ല നിങ്ങൾ? ഖറഅത്തി, നീ ഓതി എന്നാണ്. ഇവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട്, നീ എന്നുള്ളത് തന്നെ ശരിയല്ല അല്ലേ. ഖറഅത്ത് പറഞ്ഞാൽ ഞാൻ ഓതി എന്നാണ്. അപ്പം എൻ്റെ ഇടയിൽ ഖറഅത്താ, രണ്ട് പെണ്ണുങ്ങൾ ഓതി. ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടല്, ഇഷ്മാം അല്ലേ. ഇഷ്മാം എന്നാണ് അതിന് പറയാം. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചെരിച്ചൊക്കെ ഓതുക. അപ്പോൾ ഒന്നാമത്തത് ജുനൈദും വനബീലുൻ ഖറജ, രണ്ടാളുണ്ടായതുകൊണ്ട്. വഖഫ് ലാസിമ്, നിർബന്ധമായിട്ടുള്ള വഖഫിന്റെ അടയാളം ഏതാണ്? മീമാണ്. ജുമാനത്തുൻ വലബീബത്തുൻ ഖറഅതാ, ലമ്മിനെ സൂചിപ്പിച്ചു, ചുണ്ടുകൂട്ടല് ഇഷ്മാം. യാ അയ്യുഹൽ ബനാത്ത്, ഏ പെൺകുട്ടികളെ. കുറേ പെൺകുട്ടികളുണ്ട് അവിടെ. ബനാത്ത്, കുറേ പെൺകുട്ടികൾ. സ്വല്ലൈത്തും, കുറെ ആൾക്കാർ അതിന് നേരെ കൊണ്ടുപോയിട്ട് വേഗം എഴുതും. പെൺകുട്ടികളാകുമ്പോൾ സ്വല്ലൈത്തും പറയില്ല. അതിങ്ങനെ ആലോചിച്ചാൽ മതി. അൻത അൻതുമാ അൻതും, അൻതും എന്ന രൂപത്തിലല്ലേ സ്വല്ലൈത്തും. അപ്പൊ അത് ആൺകുട്ടികളോടാണ്. അൻതി അൻതുമാ അൻതുന്ന, അതല്ലേ പെൺകുട്ടികളോട് വരുന്നത്. അപ്പൊ അൻതുന്ന, കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ അപ്പൊ ഏതാണ്? സ്വല്ലൈത്തുന്ന. കറക്റ്റ് ആണല്ലോ. ആ രൂപത്തിൽ പഠിച്ചു വെക്കുക. അടുത്തത് നക്തുബുൽ മുസന്ന വൽ ജംഉ വൽ മുഫ്രദുൽ മുതക്കല്ലിം. ഇവിടെ മുസന്ന എഴുതാനും ജം എഴുതാനും മുഫ്രദ് എഴുതാനും മുത്തക്കല്ലിം എഴുതാനാണ്. ഇതിലേതൊക്കെയോ വിട്ടിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഏതായാലും ഡിസ്കസ് ചെയ്യല്ലേ. ദഹബ ഒന്ന് സർഫാക്കി വെക്കാണ്. ദഹബ, അവൻ ഒരു പുരുഷൻ പോയി എന്നാണ്, മുഫ്രദാണ്. ദഹബാ, ഒരു അലിഫ് കൊടുത്താൽ രണ്ടാൾ പോയി എന്നർത്ഥം കിട്ടി. ദഹബൂ, ജം അർത്ഥം കിട്ടി. ഇനി എന്താണ്? മുത്തക്കല്ലിമാണ്, ഞാൻ പോയി എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. ദഹബതു, ഞാൻ പോയി. തൽഅബീന, നീ ഒരു സ്ത്രീ കളിക്കുന്നു. തൽഅബാനി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ. തൽഅബ്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ. തൽഅബീന തൽഅബാനി തൽഅബ്ന. അൽ അബു, ഞാൻ കളിക്കുന്നു എന്നർത്ഥം. മനസ്സിലായല്ലോ. അതാണ് മുഫ്രദ് മുത്തക്കല്ലിം. അവിടെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാള്, മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാള്, ജം എന്ന് പറഞ്ഞാൽ കുറെ ആള്. മുത്തക്കല്ലിം പറഞ്ഞാലോ, ഇപ്പോൾ നിങ്ങൾ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ടാവും. ഗായിബ്, മുഖാത്തബ്, മുത്തക്കല്ലിം. ഗായിബ് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ആളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന, ഇത് ഗായിബിന്റെ ഭാഗങ്ങളാണ്. അവിടുന്ന് അങ്ങോട്ട് വരുന്നത് അൻത അൻതുമാ അൻതും, നീ എന്നൊക്കെ അർത്ഥം വരൂലേ. നിങ്ങൾ രണ്ട് പുരുഷന്മാര്, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ, നിങ്ങൾ കുറെ ആളുകൾ, നിങ്ങൾ എന്നുള്ള ആ ഒരു സംഗതിയിൽ വരുന്നൊക്കെ നീ നിങ്ങൾ എന്നൊക്കെ വരുന്നത് മുഖാത്തബാണ്. ഞാന് ഞങ്ങൾ എന്ന് വരുന്നത് മുത്തക്കല്ലിമാണ്. മനസ്സിലായല്ലോ. മുഫ്രദ് മുത്തക്കല്ലിമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത്, അതിലൊന്നാമത്തെ മാലിന്റെ രൂപമാണ്, രണ്ടാമത്തത് മുലാരിയുടെ രൂപമാണ്. ഇനി വഖഫിന്റെ അടയാളങ്ങൾ എഴുതാം. അൽ വഖഫുൽ ഔല, താഴ്ത്താക്കുന്ന അടയാളങ്ങൾ കൊടുത്തിട്ടുള്ളത്. വഖഫ് ജായിസ്, വഖഫ് മുത്ലഖ്, അൽ വസ്ലു ഔല, ചേർത്തിയോതിലാണ് ഏറ്റവും നല്ലത്. വഖഫ് മുജവ്വിസ്, മുജവ്വസ്, അതേപോലെ ലാ തഖിഫ്, വഖഫ് ചെയ്യാൻ പാടില്ലാത്ത. ഇതാണ് ഒന്നാമത്തെ പേജ്. ഇനി അടുത്ത പേജിൽ നുജീബു, നമുക്കുത്തരം എഴുതാം.
ഖറജൂ, കാനൂ, സഅലൂ. ഇതൊക്കെ ഏത് ഫീല? ഖറജ, ഖറജ, ഖറജൂ. എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലേ? ജം ആണ്, മുദക്കറാണ്. കുല്ലുഹ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ ജംഇൽ മുദക്കരി. ജമ മുദക്കറിന്റെ മാളിയായ ഫേലുകളാണ്. ഖറജൂ, അവർ പുറപ്പെട്ടു. അതായത് അവർ കുറേ പുരുഷന്മാർ പുറപ്പെട്ടു എന്നാണ്.